നമ്മൾ ക്രിക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ കൂടെ ഒരു കളിയാണല്ലോ. അതിനകത്ത് പലരും പുതിയ എഴുത്തുകാരൊക്കെ പലപ്പോഴും കാലിസ്, ബോധം, ഇമ്രാൻഖാൻ എന്നുള്ളവരെ പറ്റിയൊക്കെ ഒരുപാട് എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ലെജൻഡറി ഹിസ്റ്ററിക്കകത്ത് ഗാരി ഫീൽഡ് സോബേഴ്സ് എന്നുള്ള വലിയ മനുഷ്യൻ്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാതെ പോകുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി എന്ന് ദിലീപിന് തോന്നുന്നത്? എന്താ പ്രസക്തി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരിക്കൽ തല്ല് കിട്ടാൻ പോയിട്ട് ഗവാസ്കറുടെ അടുത്ത്. കാലിസ് കളിക്കുമ്പോൾ എപ്പോഴും 2010 ഇന്ത്യക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം ഞാൻ ഗവാസ്കറോട് പോയി ചോദിച്ചു, അല്ല സോബേഴ്സിന്റെ ലെവലിലാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ തമാശക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു, ദിസ് ജസ്റ്റ് ഷോസ് ദാറ്റ് യു നെവർ വാച്ച്ഡ് സർ ഗാരി പ്ലേ. കാലിസ് വേറൊരു ബ്ലോക്കറാണ്, സർ ഗാരി ഒരു ജീനിയസ് ആയിരുന്നു. ഇത് വേറൊരു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. 2007 ലോകകപ്പ് കവർ ചെയ്യാൻ പോയപ്പോൾ ഒരു മീഡിയ വേഴ്സസ് ബാർബേഡോസ് ലെജൻഡ്സ് എന്ന് പറഞ്ഞൊരു കളി ഓർഗനൈസ് ചെയ്തു. ഫൗൾ ബേ എന്ന് പറഞ്ഞൊരു ബീച്ചിലൊരു മാറ്റിംഗ് പിച്ച് വെച്ചിട്ട് ജോൽ ഖാന് ജീവിതത്തിൽ എറിഞ്ഞിട്ടുള്ള ഏറ്റവും സ്ലോ ബോൾ ഫേസ് ചെയ്ത ആള് ഞാൻ. എന്താ വെച്ചാൽ നേരത്തെ പോയി പറഞ്ഞു, അയ്യോ എനിക്ക് വീട്ടിൽ പോകാനുള്ളത്, നിങ്ങൾ ദയവേത് സ്പീഡിലൊന്നും അറിയരുത് പറഞ്ഞിട്ട്. അപ്പൊ പക്ഷെ ഞാൻ ഇവരോട് ചോദിച്ചു, അല്ല ബാർബേഡോസ് ലെജൻഡ്സ് പറഞ്ഞിട്ട് സോബേഴ്സ് എവിടെ? അപ്പൊ അവര് പറഞ്ഞു, യോ മാൻ, വി ലെജൻഡ്സ്, സോബേഴ്സ് വേറെ ലെവലിലാണ്. അപ്പൊ അതായിരുന്നു അവര്. ബാർബേഡോസ് മാത്രല്ല, വെസ്റ്റ് ഇൻഡീസിൽ എവിടെ പോയാലും സോബേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ മാത്രല്ല കേട്ടോ, ഇപ്പൊ ഇവിടെ ഗവാസ്കർ ആയാലും വിശ്വനാഥ്, ഇവരൊക്കെ സോബേഴ്സ് ഒരു വലിയ കളിക്കാരൻ മാത്രമായിരുന്നു, ഭയങ്കര ഒരു വാം ആയിട്ടുള്ളൊരു മനുഷ്യനും കൂടിയായിരുന്നു. ഇവരൊക്കെ ആദ്യം വെസ്റ്റ് ഇൻഡീസിൽ കളിക്കുമ്പോൾ 71 ഇത് രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, വിശ്വനാഥും ഗവാസ്കറും. ഇവരേതെങ്കിലും ഒരു മോശം ഷോട്ട് കളിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പെന്ന് സോബേഴ്സും കന്നായി പറയും, കോൺസെൻട്രേറ്റ്, വെറുതെ ഇതൊന്നും ഈ ഷോട്ടൊന്നും കളിച്ച് ഔട്ടാവരുത്. അപ്പൊ മറ്റേ ടീമിലത്തെ കളിക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് എല്ലാവരും നന്നായി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഓസ്ട്രേലിയക്കാർ ചെയ്യുന്ന പോലെ അല്ല, മെന്റൽ ഡിസിന്റഗ്രേഷന് നേരെ ഓപ്പോസിറ്റ്. അത് അപ്പൊ ഗവാസ്കറൊക്കെ അതിനെപ്പറ്റി എപ്പോഴും പറയും, 22 വയസ്സായ എനിക്ക് കളി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കളിക്കാരൻ തന്നെ പറയും. ഇപ്പൊ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ചിലപ്പോ ഡോൺ ബ്രാഡ്മൻ ആയിരിക്കും, പക്ഷെ ഒരു ഓൾറൗണ്ട് കളിക്കാരൻ എന്ന് പറഞ്ഞ സോബേഴ്സിന്റെ ബാറ്റിംഗ് ആവറേജ് ഏകദേശം 58 അത് തന്നെ സച്ചിൻ, കാലിസ് ഇവരാരും ഒന്നും ആ റേഞ്ചിൽ എത്തിയിട്ടില്ല. അത് കൂടാതെ 235 വിക്കറ്റും എടുത്തു. അതില് ലെഫ്റ്റ് ആം റിസ്പിൻ എറിയാൻ പറ്റും, മീഡിയം പേസ് പറ്റും, സീം പറ്റും, സ്വിങ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ഇദ്ദേഹത്തിന്റെ കളിയിൽ. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 358 ആണെന്ന് തോന്നുന്നു, 365 പാകിസ്ഥാനെതിരായിട്ട് 1958 നടക്കില്ല. അത് വലിയ ലോകത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ലാറയുടെ ഇതും അതുപോലെ തന്നെ ഒരുപാട്. അതെ, ഇത് തന്നെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോ ഈ ലാറ ഇത് ബ്രേക്ക് ചെയ്തപ്പോ 36 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ലാറ ആദ്യം പോയി കെട്ടിപ്പിടിച്ച ഒരാള് സോബേഴ്സ് ആയിരുന്നു. അല്ലാതെ അയ്യോ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്താ വെച്ചാൽ 2007 ഇത് ഓപ്പണിംഗ് സെറിമണിക്ക് സോബേഴ്സ് വന്നു. ട്രെലോണി എന്ന് പറഞ്ഞ് നമ്മുടെ ബെൻ ജോൺസൺ ഒക്കെ വളർന്ന പാരിഷിലായിരുന്നു ഓപ്പണിംഗ് സെറിമണി. എൻ്റെ പക്ഷേ ഫ്ലൈറ്റ്, അപ്പം ആ കാലത്ത് ക്രിക്കറ്റ് ഫോണിന് ഫണ്ട്സ് ഒന്നും ഇല്ലാതെ നമ്മൾ KSRTC ബസ് പോണ പോലെ പാരീസ്, അവിടുന്ന് സെന്റ് മാർട്ടിൻ, അവിടുന്ന് ആന്റിഗ, അങ്ങനെ 4 ചാട്ടം ചാടിയിട്ടാണ് ജമൈക്കയിൽ എത്തുമ്പോഴേക്കും ഓപ്പണിംഗ് സെറിമണി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഫൈനലിൽ എന്താന്ന് എനിക്കറിയില്ല, ബാർബേഡോസിലായിരുന്നു ഫൈനൽ, പക്ഷെ അദ്ദേഹം വന്നില്ല മാച്ചിൽ. അപ്പം അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ആരോട് സംസാരിച്ചാലും ഈ സോബേഴ്സിന്റെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് ആദ്യം പറയാം. കഴിവിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് എത്ര വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളതിനെ പറ്റി. ഈ പെർട്ടിക്കുലർ ഇന്നിങ്സ് ഉണ്ടല്ലോ 365, അത് പിന്നെ അന്ന് കണ്ടിട്ടില്ലെങ്കിലും ദിലീപിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആസ് എ ക്രിക്കറ്റ് റൈറ്റർ. അതിന്റെ എന്താണ് അത് മറ്റു ലാറയുടെ ഇന്നിങ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ? പക്ഷെ ഈ 365 ഒന്നും അധികം ഒരു 254
റെസ്റ്റ് ഓഫ് ദ വേൾഡിന് വേണ്ടി ഓസ്ട്രേലിയക്ക്. അപ്പോഴേക്കും സോബേഴ്സിന് 35 വയസ്സായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ടൂർ ചെയ്യേണ്ടതായിരുന്നു ഓസ്ട്രേലിയ. പിന്നെ ഈ അപ്പാർട്ടൈഡിന്റെ പ്രശ്നം വന്ന് സൗത്ത് ആഫ്രിക്ക പുറത്താക്കി. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു റെസ്റ്റ് ഓഫ് ദ വേൾഡ് ടൂർ പോയി. അതിൽ നമ്മുടെ ഗവാസ്കറും ബേദിയും പാകിസ്ഥാനും സഹിർ അബ്ബാസും ഇന്തിക്കാബ് ആലമും ഒക്കെ ഉണ്ട്. ഇവർ ഒരുമിച്ച് ഒരു ട്രാൻസിസ്റ്ററിന്റെ ചുറ്റും ഇരുന്ന് ഇൻഡോ പാക് യുദ്ധത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ കേൾക്കുകയായിരുന്നു. ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ സോബേഴ്സ് ആയിരുന്നു. സോബേഴ്സ് ആണെങ്കിൽ ഭയങ്കര മോശം ഫോമിലാണ്. മൂന്നാമത്തെ ടെസ്റ്റില് മെൽബണിൽ MCGയിൽ വെച്ച് ആദ്യ ഇന്നിങ്സിൽ ഡക്കിന് ഔട്ടാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോ എന്തോ 1-2 ഓസ്ട്രേലിയൻ ഫീൽഡേഴ്സ് എന്തോ പറഞ്ഞു, അവരുടെ സ്വഭാവം അതാണ്. രണ്ടാം ഇന്നിങ്സിൽ വന്നിട്ട് സോബേഴ്സ് 33 ഫോറും 2 6 254 റൺ അടിച്ച് ഷേപ്പ് മാറ്റി എല്ലാവരും. ഡെനിസ് ലില്ലിയൊക്കെ ഏറ്റവും സ്പീഡിൽ എറിയണ സമയം അത്. 35 വയസ്സായ കളിക്കാരൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ആ കാലത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബിയറൊക്കെ ആയിട്ട് പോകും. ഇയൻ ചാപ്പലിന് ഭയങ്കര ആദരവായിരുന്നു ഗാഫിൽ സോബേഴ്സ്. എന്താ വെച്ചാൽ ചാപ്പൽ ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പൊ സൗത്ത് ഓസ്ട്രേലിയയിൽ ഓവർസീസ് പ്രൊഫഷണലായി കളിച്ചതാണ്. ചാപ്പൽ എപ്പോഴും പറയും, എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് ലെസ് ഫാവൽ എന്ന് പറഞ്ഞ അവിടെ ക്യാപ്റ്റൻ ആയിരുന്നു, പിന്നെ സോബേഴ്സ്. ഇവരെപ്പോഴും നിങ്ങൾ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കണം, അല്ലാതെ ആൾക്കാരെ ബോർ അടിപ്പിക്കരുത്, ആൾക്കാർ പൈസ കൊടുത്തിട്ടാ കളി കാണാൻ വരുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ചാപ്പലിന് വരുത്തിയത് ഇങ്ങനത്തെ 2 ആൾക്കാരാണ്. അപ്പൊ ചാപ്പൽ പോയി ചോദിച്ചല്ല എന്താണ് ഇത്രയും ദേഷ്യം. അപ്പൊ സോബേഴ്സ് വളരെ ചെറിയൊരു ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി. ആദ്യത്തെ വൈഫ് ഓസ്ട്രേലിയനായിരുന്നു. അപ്പൊ ചാപ്പല് തമാശക്ക് പറഞ്ഞു, അയ്യോ ഇതാണ് കാരണം വെച്ചാൽ ഞാൻ അവളിപ്പൊ വിളിച്ച് തിരിച്ചുകൊണ്ട് ഞങ്ങക്ക് ഇങ്ങനെ അടി കിട്ടണേലും ഭേദം അതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പല കഥകളുണ്ട്. ഒരു ക്യാരക്ടറായിരുന്നു ശരിക്കും. അതുപോലെ ഇപ്പം നേരത്തെ ദിലീപ് പറഞ്ഞല്ലോ, ഒരേ കളിയിൽ തന്നെ മീഡിയം പേസ്, റിസ്റ്റ് സ്പിൻ, ഓർത്തഡോക്സ് സ്പിൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കളിക്കാരൻ. അങ്ങനെ ചെയ്യുന്ന വേറെ ഏതെങ്കിലും പ്രതിഭാശാലികളായ കളിക്കാരുണ്ടായിട്ടുണ്ടോ? ആ ലെവലിൽ ചെയ്യണ ആരും അത് റിസ്റ്റ് സ്പിൻ എന്ന് പറഞ്ഞാൽ പറ്റും. പലർക്കും ഇപ്പൊ ഓഫ് സ്പിൻ ആർക്ക് വേണമെങ്കിലും എറിയാൻ പറ്റും. റിസ്റ്റ് സ്പിൻ കൺട്രോൾ കൂടി എറിയാന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതും അതിന്റെ കൂടെ മീഡിയം പേസ് ഒക്കെ ബോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഒരു ഫില്ലർ ബോളർ ആയിട്ടായിരുന്നില്ല. 235 വിക്കറ്റ് അങ്ങനെ ഒരു പാർട്ട് ടൈമർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ അതും ഭയങ്കര ഒരു സ്കിൽ സെറ്റ് തന്നെയായിരുന്നു. സോബേഴ്സിന് നൈറ്റ്ഹുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ CLR ജെയിംസ് ഒക്കെ പറഞ്ഞ പോലെ വെള്ളക്കാരൻ്റെ അടുത്ത് നിന്ന് പൊരുതി നേടിയ ഒരു ഇതാണെന്ന് പറയുന്ന രീതിയിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പക്ഷെ ബാർബഡോസ് എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ജമൈക്കയിലൊക്കെ മൈക്കിൾ മാൻലിയൊക്കെ വളരെ ഒരു ആന്റി കൊളോണിയൽ, ഒരു ലെഫ്റ്റിസ്റ്റ് ഒരു വ്യൂ ഒക്കെ എടുത്ത മനുഷ്യനാണ്. ഗാനയിൽ ചിദ്ദി ജഗൻ, ഇവരൊക്കെ വളരെ ഒരു ലെഫ്റ്റിസ്റ്റ് മോഡലുള്ള ആൾക്കാരായിരുന്നു. ബാർബഡോസ് ഏറ്റവും ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. ഏറ്റവും ടൂറിസ്റ്റ് അവർക്ക് എല്ലാ കൊല്ലവും UK എന്നാണ് വരുന്നത്. അപ്പൊ അതൊരു ശരിക്കും വളരെ ഒരു സ്ട്രോങ് ഇംഗ്ലീഷ് കണക്ഷൻ ഉള്ള ഒരു നാടാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്കും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനോട് ഇപ്പൊ പലരും ഇപ്പൊ ഗോർഡൻ ഗ്രീനിഡ്ജ് ഇവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ പോയി കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. വെസ്റ്റ് ഹോളൊക്കെ കുറെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ആ ഒരു വെയിൻ ഡാനിയൽ ഒരു കൗണ്ടി ക്രിക്കറ്റ് ലെജൻഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു തലമുറയിലാണ് കളിക്കുന്നതെങ്കിൽ, അതായത് തലമുറയിലെ ഇന്നത്തെ കളികളാണ്, അതായത് T20 ഒക്കെ ഉള്ള തുടങ്ങിയ കളികളാണ് കളിക്കുന്നതെങ്കിൽ സോബേഴ്സ് എങ്ങനെയായിരിക്കും? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒരു ഋഷഭ് പന്തിനും ശ്രേയസ് അയ്യർക്കൊക്കെ 27 കോടിയാ കിട്ടിയെച്ചാല് നിങ്ങൾക്കൊരു ബാങ്ക് കൊള്ള ചെയ്യേണ്ടി വരും സോബേഴ്സിന് പൈസ കൊടുക്കണമെങ്കിൽ. ഇപ്പോഴത്തെ ഈ IPL ടൈപ്പ് ഒരു ലീഗിൽ കളിക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, സോബേഴ്സിന്റെ കരിയറിൽ ഇപ്പൊ എല്ലാവരും ആ പേഴ്സണാലിറ്റിയും ചിരിയും കളിയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു 14-15 കൊല്ലം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച 2 പേർക്ക് വേണ്ടിയിട്ടാണ്. 23 വയസ്സിൽ അപ്പൊ ആ കാലത്ത് എല്ലാവർക്കും കൗണ്ടി കോൺട്രാക്ട് കിട്ടില്ല. പലരും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി ലീഗ് ക്രിക്കറ്റ് കളിക്കും ഇംഗ്ലണ്ടിൽ. അങ്ങനെ കളിക്കുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസിന് വേറെ ഒരു കളിക്കാരൻ ജമൈക്കയിൽ നിന്ന് കോളി സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ കൂട്ടായിരുന്നു. വേറെ 1-2 കളിക്കാരും കൂടി ഇവരൊരു എക്സിബിഷൻ മാച്ചിന് ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ സോബേഴ്സ് ആയിരുന്നു ഓടിച്ചിരുന്നത്.
കോളി സ്മിത്തിന് ഒരു സ്പൈൻ ഇഞ്ചുറി ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. 60,000 ആളാണ് ജമൈക്കയിൽ ഫ്യൂണറലിന് പോയത്. അത്രയും സ്നേഹമായിരുന്നു. അവിടുത്തെ ഒരു ലോക്കൽ ബോയ് ആയിരുന്നു. ബോയ്സ് ടൗൺ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കോളി സ്മിത്ത് ഡ്രൈവ് എന്നാണ് ആ റോഡിന്റെ പേര് തന്നെ. കോളി സ്മിത്ത് മരിച്ചതിന് ശേഷം ഭയങ്കര ഗിൽറ്റായിരുന്നു സോബേഴ്സ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി തൊട്ട് 2 പേർക്ക് വേണ്ടിയാണ് കളിക്കുക, എനിക്ക് വേണ്ടിയും കോളി സ്മിത്തിന് വേണ്ടിയും. അത് ശരിക്കും 2 പേരുടെ കളി കളിക്കുകയും ചെയ്തു പിന്നീടുള്ള കൊല്ലങ്ങൾ.